പ്രിയപ്പെട്ടവരെ, നമസ്കാരം. വളരെ സന്തോഷമുള്ള ഒരു ചടങ്ങിലാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. പുസ്തക പ്രകാശനം എന്ന് പറയുന്നത് ആളുകളുടെ എണ്ണമൊന്നും നോക്കണ്ട, വളരെ മൂല്യമുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരു അടയാളപ്പെടുത്തലാണ് ജയശങ്കർ ഇവിടെ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അതിനെല്ലാം സാക്ഷിയാവാൻ നമ്മുടെ കൂടെ എത്തിച്ചേർന്നു എന്നുള്ളത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ അധ്യക്ഷൻ ഇവിടെ സംസാരിച്ചു, ഏറെക്കുറെ പരിചയപ്പെടുത്തുകയും ചെയ്തു പുസ്തകത്തെ. ശരിക്കും ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഞാൻ പുസ്തകം വായിച്ചതുകൊണ്ട് എനിക്ക് തോന്നിയ ഏറെ ഭാഗങ്ങളും സാർ സംസാരിച്ചിട്ടുണ്ടെന്ന്. എന്നാലും ഔപചാരികതയുടെ പേരിൽ എന്നെ ഏൽപ്പിച്ച കർത്തവ്യം ചെയ്യണമല്ലോ. അപ്പോൾ സന്തോഷത്തോടെ തന്നെയാണ് ചെയ്യുന്നത്. പറഞ്ഞു വയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പുസ്തകത്തിൻ്റെ കവർ റിലീസിനും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഞാനാണ് അത് ചെയ്തത്. സാധാരണ കവർ റിലീസിങ് ഒന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ അതോടുകൂടി ആവേശം കേട്ട് പിന്നെ തണുത്തങ്ങ് കുറേ നാൾ ഇരിക്കാറുണ്ട്. പക്ഷേ ജയശങ്കർ ഒട്ടും ആവേശം ചോരാതെ ആ ഒരു ഓർമ്മ മനസ്സിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് തന്നെ പുസ്തകത്തിൻ്റെ പ്രകാശനവും സംഘടിപ്പിച്ചു. പ്രയാസമാണ്, ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ടാവും, ഒരുപാട് ഓടിയിട്ടുണ്ടാവും, ഒരുപാട് മാനസിക സംഘർഷങ്ങളിലൂടെ പോയിട്ടുണ്ടാവും. എഴുതുക എന്ന് പറഞ്ഞാൽ ഒട്ടും എളുപ്പമല്ല. വായിക്കാൻ തന്നെ പ്രയാസമായ കാലത്താണ് ഇപ്പം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളിൽ ഈ ഇരിക്കുന്ന ആളുകളെ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് എന്താ വെച്ചാൽ, സോഷ്യൽ മീഡിയയുടെ കടന്നുകയറ്റത്തിന് മുമ്പ് പുസ്തകങ്ങൾ മാത്രം കയ്യിലെടുത്ത് വായിച്ചവരാണ് ഒട്ടുമിക്ക ആളുകളും ഇവിടെ ഉള്ളതെന്നാണ് തോന്നണം. സോഷ്യൽ മീഡിയയും നമ്മൾ വായിച്ചു, അതിനു മുമ്പുള്ള ഇതിനേക്കാൾ മനോഹരമായ ഒരു കാലവും നമ്മൾ ആസ്വദിച്ചു എന്നുള്ളതാണ് നമുക്കുള്ള അസറ്റ് എന്ന് തോന്നുന്നു. എൻ്റെ ഓർമ്മയിലുണ്ട്, ഒരു പുസ്തകം കയ്യിൽ കിട്ടിയാൽ അത് കയ്യിൽ നിന്ന് താഴെ വെക്കാതെ കൊണ്ട് നടന്ന് വായിച്ച ഓർമ്മയൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അതുപോലെ നിങ്ങൾക്കും ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഞാൻ അതുകൊണ്ട് പറയുന്നത് അതേ ആഴത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. പലയിടത്തും ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ നമ്മൾ ഈ മോഷൻ്റെ പുറത്ത് സംസാരിക്കുമ്പോൾ അവിടെ ഇരിക്കുന്നവർക്ക് അത് മനസ്സിലാവണമെന്നില്ല. എന്ന് വെച്ചാൽ, ഞാനൊരു കോളേജിലാണ് പഠിപ്പിക്കുന്നത്, കോളേജിലെ അധ്യാപികയാണ്. പല ക്ലാസ്സുകൾ എടുക്കാൻ പോകുന്നിടത്തും കോളേജ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ സ്കൂൾ സ്റ്റുഡൻസ് ഒക്കെയാണ് ഉണ്ടാവാറ്. അപ്പം നമ്മൾ ഈ പഴയ കാലത്തെ പുസ്തകം കയ്യിൽ നിന്ന് താഴെ വയ്ക്കാതെ കൊണ്ട് നടന്ന് വായിച്ചു എന്ന് പറഞ്ഞാൽ അത് ചുമ്മാ ഒരു എന്താ പറയുക, ഒരു പാഴ്വാക്ക് പറയുന്ന പോലെ, അല്ലെങ്കിൽ ഒരു നമ്മളെന്തോ ഒന്നിനോ ആവശ്യത്തിന് ഒരു പെയ്ഡ് പ്രൊമോഷൻ പോലെ പറയുന്നു എന്നൊക്കെ ആയിരിക്കും അവർക്ക് ചിന്തിക്കാൻ പറ്റുക. കാര്യം എന്താ വെച്ചാൽ, ഇതിനൊപ്പം പറയട്ടെ, ഞാനൊരു ലൈബ്രറിയൻ കൂടിയാണ്. അതുകൊണ്ട് ബൈ പ്രൊഫഷൻ ലൈബ്രറിയൻ തന്നെയാണ്, കോളേജ് ലൈബ്രറിയനാണ്. അതുകൊണ്ട് എനിക്കറിയാം ഒരു വായനക്കാരെ കുറിച്ച്, അല്ലെങ്കിൽ വായിക്കാൻ വരുന്ന ആളുകളുടെ ഒരു രീതിയെക്കുറിച്ച്, മനോഭാവത്തെക്കുറിച്ച്, ആ വരുന്ന ആസ്പെക്റ്റിനെ കുറിച്ച്, അപ്രോച്ചിനെ കുറിച്ച്, ആറ്റിറ്റ്യൂഡിനെ കുറിച്ചൊക്കെ എനിക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് കൂടിയാണ് പറയുന്നത്. ആ ഒരു 15 വർഷത്തെ എക്സ്പീരിയൻസ് കൂടെ ഉണ്ട്. 15 വർഷം എന്ന് പറഞ്ഞാൽ അതിൽ എക്സ്പീരിയൻസ് 15 വർഷത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഈ സോഷ്യൽ മീഡിയയുടെ കടന്നുകയറ്റമൊന്നും വല്ലാണ്ടില്ല. പുസ്തകങ്ങൾ തന്നെയാണ് കുട്ടികൾ തിരഞ്ഞു വന്നിരുന്നത്. വരുന്ന സമയത്ത് ഈ മൈക്കൊന്ന് താഴ്ക്കയിലിട്ട് വെച്ചോട്ടെ. എനിക്ക് നിങ്ങളെ കൃത്യമായി കാണുന്നില്ല, അതുകൊണ്ടാണ്. 15 വർഷത്തിൻ്റെ ആ ഒരു തുടക്കകാലത്ത് വരുന്ന ഓരോ വായനക്കാർക്കും അവരെടുക്കാൻ വരുന്ന പുസ്തകത്തെക്കുറിച്ചും അതിൻ്റെ എഴുത്തുകാരെ കുറിച്ചും പബ്ലിഷറെ കുറിച്ച് വരെ ബോധ്യം ഉണ്ടായിരുന്നു. കൃത്യമായി വന്ന് ചോദിക്കാറുണ്ട്, ഇന്ന പബ്ലിഷറുടെ, ഇന്ന കഥാകാരൻ്റെ ഇന്ന ബുക്ക് എന്ന്, അല്ലെങ്കിൽ കവിത എന്ന്, കഥയെന്ന്, ചെറുകഥ എന്ന്, നോവലറ്റ് എന്ന്, നോവൽ എന്നെല്ലാം കൃത്യമായി പറയാനും ചോദിക്കാനും നിശ്ചയമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഈ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം എന്ന് തന്നെ പറയുന്ന കാലത്ത്, ലോകം നമ്മുടെ കൈക്കുള്ളിലാണെന്ന് പറയുന്ന സമയത്ത്, നമുക്ക് എന്തും സെർച്ച് ചെയ്താൽ കൈ കിട്ടുമെന്ന് അഹങ്കാരത്തോടെ പറയുന്ന ഈ കാലത്ത് നമുക്കൊന്നും അറിയില്ല. കൃത്യമായ ഒരാളോട് സംസാരിക്കണമെങ്കിൽ നമുക്ക് അപ്പോൾ ഗൂഗിൾ ചെയ്യണം, അല്ലെങ്കിൽ യൂട്യൂബ് ഓപ്പൺ ചെയ്യണം, ഒന്ന് വീഡിയോ കാണണം, ഒരു സ്പീച്ച് കേൾക്കണം. അല്ലാതെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയാൻ ഇന്നത്തെ എന്നൊരു കാര്യമാണ്. അവർ വന്നു കഴിഞ്ഞാൽ ചോദിക്കാറ് ഇപ്പം എന്താണെന്നറിയാം.